Today our topic is evaporative condenser. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് കണ്ടിരുന്നു. എയർ കൂൾഡ് കണ്ടൻസറും വാട്ടർ കൂൾഡ് കണ്ടൻസറും. ഇനി നമ്മൾ കണ്ടൻസറിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്, ഇവാപ്പറേറ്റീവ് കണ്ടൻസർ. ആ പേരിലുള്ളതുപോലെ തന്നെയുണ്ട് ഇവാപ്പറേഷൻ. ആരോ ഒരാൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുമൂലം കണ്ടൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. എനിവേ, നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. യൂസ് ബോത്ത് എയർ ആൻഡ് വാട്ടർ ആസ് കണ്ടൻസിങ് മീഡിയംസ് ടു കണ്ടൻസ് ദ ഹോട്ട് വേപ്പർ റെഫ്രിജറൻറ്റ് ടു ലിക്വിഡ് റെഫ്രിജറൻറ്റ്. അപ്പോൾ കണ്ടൻസറിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹോട്ട് വേപ്പർ റെഫ്രിജറൻറ്റിനെ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കി മാറ്റുക. ഫേസ് ചേഞ്ചാണ് കണ്ടൻസറിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫേസ് ചേഞ്ചിന് നമ്മൾ ആ ഫേസ് ചേഞ്ച് പോസിബിൾ ആക്കുന്നത് എയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പോസിബിൾ ആക്കുന്നു എന്നുള്ളത് എയർ കൂൾഡ് കണ്ടൻസറിൽ കണ്ടു. വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് കണ്ടൻസർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ എയറും വാട്ടറും രണ്ടും ഒരുപോലെ യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടൻസർ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇനി അതോടൊപ്പം അടുത്ത പോയിന്റ് വായിക്കാം. ദീസ് കണ്ടൻസേഴ്സ് പെർഫോം ദ കമ്പൈൻഡ് ഫങ്ഷൻസ് ഓഫ് എ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആൻഡ് എ കൂളിംഗ് ടവർ. അപ്പം ഈ ഒരു കണ്ടൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതൊരു വാട്ടർ കൂൾഡ് കണ്ടൻസർ, അത് നമ്മൾ ഓൾറെഡി കണ്ടു. വാട്ടർ കൂൾഡ് കണ്ടൻസറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കൂളിംഗ് ടവറിൻ്റെ ഫങ്ഷനും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത ലെക്ചറുകളിലായിട്ട് കൂളിംഗ് ടവർ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കും. അപ്പോൾ എനിവേ, ഈ ഇവാപ്പറേറ്റീവ് കണ്ടൻസർ രണ്ട് ഫങ്ഷൻസാണ് അതിനുള്ളത്. ഒന്ന്, അതൊരു വാട്ടർ കൂൾഡ് കണ്ടൻസറായിട്ട് ആക്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതൊരു കൂളിംഗ് ടവറായിട്ടും ആക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവാപ്പറേറ്റീവ് കണ്ടൻസർ. അപ്പോൾ അതിൽ ഈ കാണുന്നതാണ് നമ്മുടെ കോയിൽ, അതായത് കണ്ടൻസർ കോയിൽ. ആ കണ്ടൻസർ കോയിലിൻ്റെ ഇല്ലറ്റിൽ ഹോട്ട് വേപ്പർ റെഫ്രിജറൻ്റ് എൻ്റർ ചെയ്യുന്നു. ആ കണ്ടൻസർ കോയിലിൻ്റെ എക്സിറ്റിൽ അത് ലിക്വിഡ് റെഫ്രിജറൻ്റ് എക്സിറ്റ് ആകുന്നു. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഈ ഒരു സിസ്റ്റം, ഈ കാണുന്ന ഒരു ക്യാബിൻ. അതിനകത്ത് ബോട്ടം പോർഷനിൽ നമുക്ക് ലോ ടെമ്പറേച്ചറിലുള്ള വാട്ടറുണ്ട്, അല്ലെങ്കിൽ തണുത്ത വെള്ളമുണ്ട്. എങ്ങനെയാണത് ലോ ടെമ്പറേച്ചർ വാട്ടറായി എന്നുള്ള പിന്നീട് പറയാം. അതോടൊപ്പം തന്നെ ഒരു പമ്പുണ്ട്, ഒരു സ്പ്രേ ഹെഡറുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്പ്രേ നോസിൽസും ഉണ്ട്. ദെൻ എലിമിനേറ്ററുണ്ട്, ഫാനുണ്ട്. എയർ ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് കയറാനുള്ളൊരു പ്രൊവിഷനുണ്ട്. ഇനി അതോടൊപ്പം തന്നെ മേക്കപ്പ് വാട്ടറുണ്ട്, അതായത് ഈ സമ്പിലെ വാട്ടറിൻ്റെ എമൗണ്ട് കുറയും തോറും ഒരു പർട്ടിക്കുലർ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു മേക്കപ്പ് വാട്ടർ ഡിവൈസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സമ്പിനകത്തുള്ള വാട്ടറിനെ നമ്മൾ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്പ്രേ ഹെഡറിലേക്ക് പമ്പ് ചെയ്യുന്നു. സ്പ്രേ ഹെഡർ ചെയ്യുന്നത് നോസിൽ ഉപയോഗിച്ചുകൊണ്ട് സ്പ്രേ ചെയ്യിപ്പിക്കുന്നു. കണ്ടൻസർ കോയിലിൻ്റെ പുറത്തേക്ക് ഈ വാട്ടറിനെ സ്പ്രേ ചെയ്യിക്കുന്നു. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ കണ്ടൻസർ കോയിലിലേക്ക് വാട്ടറിനെ സ്പ്രേ ചെയ്യുക. അങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന മൂലം കണ്ടൻസർ കോയിലിൻ്റെ സർഫസിലെല്ലാം വാട്ടർ പാർട്ടിക്കിൾസ് വരും, അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് വെറ്റാകും. അപ്പോൾ നമുക്കറിയാം റെഫ്രിജറൻറ്റ് ഹോട്ടാണ്. അപ്പോൾ ആ ഹോട്ടായിട്ടുള്ള റെഫ്രിജറൻറ്റ് അതിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു? ഈ കണ്ടൻസർ കോയിലിൻ്റെ സർഫസിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. അതുമൂലം റെഫ്രിജറൻറ്റ് എന്ത് സംഭവിക്കുന്നു? ഗ്രാജുവലി റെഫ്രിജറൻറ്റ് ഫേസ് ചേഞ്ച് ഉണ്ടായി അത് വേപ്പറിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ സ്പ്രേ ചെയ്യുന്ന ഫുൾ വാട്ടറും വേപ്പർ ഫോമിലേക്ക് മാറുന്നില്ല. ബാക്കിയുള്ള വാട്ടർ എന്ന് പറയുന്നത് തിരിച്ച് സമ്പിലേക്ക് ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ സമ്പിലേക്ക് വീഴുന്നു ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്. അപ്പോൾ ഇതാണ് ഈ വാട്ടറിൻ്റെ ഒരു ഫ്ലോ. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഫാൻ കടന്ന് കറങ്ങുമ്പോൾ ഈ പുറത്തുനിന്ന് എയർ ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറി ഈ കണ്ടൻസർ കോയിലൂടെ ഫ്ലോ ചെയ്ത് വെളിയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ എയറിനെ സപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എയർ ആദ്യം ഈ സിസ്റ്റത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം എയർ ഗ്രാജുവലി മുകളിലേക്ക് പോകാൻ നേരത്ത് ഓൾറെഡി കണ്ടൻസർ കോയിലൂടെ പുറത്തുകൂടി ഒഴുകി വരുന്ന താഴേക്ക് വരുന്ന
വാട്ടറുണ്ട്. ആ ആ വാട്ടറിനകത്തൂടെ എയർ ഫ്ലോ ചെയ്തിട്ട് ദെൻ കണ്ടൻസർ കോയിലിന് പുറത്തുകൂടെ എയർ ഫ്ലോ ചെയ്തിട്ട് ഈ എലിമിനേറ്റർ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. എലിമിനേറ്ററിലൂടെയും എയർ ഫ്ലോ ചെയ്ത് ലാസ്റ്റ് പുറത്തേക്ക് പോകുന്നു. ഇതാണ് എയറിൻ്റെ ഒരു ഫ്ലോ. അപ്പോൾ എയർ ആദ്യം ആരൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ എൻട്രി ചെയ്യുന്ന എയർ ആദ്യം കോണ്ടാക്റ്റ് വരുന്നത് പറയുമ്പം ഈ കണ്ടൻസർ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്ത് താഴേക്ക് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സുകളുണ്ട്. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സുമായിട്ട് ഈ എയർ കോണ്ടാക്റ്റ് വരുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടൻസർ കോയിലിലൂടെയും എയർ ഫ്ലോ ചെയ്യുന്നു. ദെൻ എലിമിനേറ്റർ, ദെൻ എയർ ഔട്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാട്ടറിനെ കണ്ടൻസർ കോയിലിന് പുറത്തോട്ട് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ കണ്ടൻസർ കോയിലിലേക്ക് അത് വീഴുമ്പോൾ ആ വാട്ടർ എന്ത് സംഭവിക്കുന്നു? ഈ റെഫ്രിജറൻറ്റിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് വേപ്പർ ഫോമിലേക്ക് മാറുന്നു. നമ്മൾ സാധാരണ വാട്ടർ കൂൾഡ് കണ്ടൻസറിലൊക്കെ കണ്ട പോലെ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അങ്ങനെ പതുക്കെ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? അതിന് ഫേസ് ചേഞ്ച് സംഭവിച്ച് അത് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്പ്രേ ചെയ്യുന്ന വാട്ടറിൻ്റെ കുറച്ച് പോർഷൻസ് ഇവാപ്രേറ്റ് ചെയ്ത് വേപ്പർ ഫോമിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ കുറച്ച് വാട്ടർ എന്ത് ചെയ്യുന്നു? കുറച്ച് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറിയില്ല എങ്കിൽ കൂടിയും ഈ കണ്ടൻസർ കോയിലിലെ കുറച്ച് ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹോട്ടായിട്ടുള്ള വാട്ടർ ഈ പുറത്തേക്ക് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്യുമ്പോൾ അത് ഈ കണ്ടൻസർ കോയിലിനെ വെറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് വാട്ടർ എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന മൂലം വേപ്പർ ഫോമിലേക്ക് മാറുന്നു. കുറച്ച് വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തെങ്കിലും അതിന് ഫേസ് ചേഞ്ച് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഹോട്ട് വാട്ടറായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ വെള്ളം ഈ റെഫ്രിജറൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് വേപ്പറിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ കണ്ടൻസർ കോയിൽ പുറത്തുള്ള വാട്ടറിൽ കുറച്ച് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടും കൂടെയാണ്, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ നടക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വേപ്പർ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡായിട്ട് മാറുന്നത്. കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു, വെള്ളം ഹീറ്റ് അബ്സോർബ് ചെയ്തു, വെള്ളം വേപ്പർ ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, ഇനി വേപ്പർ ഫോമിലേക്ക് മാറാത്ത എന്നാൽ ഹോട്ടായിട്ടുള്ള വാട്ടറുണ്ട്, അത് പുറത്തേക്ക് ഈ കണ്ടൻസർ കോയിലിന് പുറത്തൂടെ ഒഴുകി താഴേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എയർ ആദ്യം കോണ്ടാക്റ്റ് വരുന്നത് ഈ കണ്ടൻസർ കോയിലിന് പുറത്തൂടെ ഒഴുകി താഴേക്ക് വീഴുന്ന ഹോട്ടായിട്ടുള്ള വാട്ടറിൽ കൂടിയായിരിക്കും എയർ ആദ്യം ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാനൊരു ഡയഗ്രം കാണിക്കാം. ഡയഗ്രാമല്ല, ഒരു ജസ്റ്റ് സ്കീമാറ്റിക് വരയ്ക്കാം. ഇതാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വീഴുന്നത് എന്ന് കരുതുക. കണ്ടൻസർ കോയിലിൻ്റെ പുറത്തൂടെ ഒഴുകിയിട്ട് വീഴുന്നു എന്ന് കരുതുക. ഇനി തിരിച്ച് എയർ ഇതിന് പുറത്തൂടെ ആയിരിക്കും സർക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡ്രോപ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും താഴേക്ക് വീഴുക. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ അല്ലെങ്കിൽ അതിൻ്റെ സർഫസിലൂടെ ആയിരിക്കും എയർ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ എയർ എന്ത് ചെയ്യും? ഈ എയർ ഈ താഴോട്ട് വീഴുന്ന ഈ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയാം, അത് എയർ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എയർ അബ്സോർബ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വാട്ടർ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വീഴുമ്പം അതിന് അല്ലെങ്കിൽ അതിലൂടെ കൂടെ നമ്മൾ എയറിനെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറും, അല്ലെങ്കിൽ ഇവാപ്രേഷനും സംഭവിക്കും. അങ്ങനെ ഈ വാട്ടറിൽ കുറച്ച് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ വേപ്പർ ഫോമിലേക്ക് മാറണമെങ്കിൽ അതിനും വേണം എന്ത്? ലേറ്റൻ്റ് ഹീറ്റ് വേണം. ആ ലേറ്റൻ്റ് ഹീറ്റും അത് അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ മിച്ചമുള്ള വാട്ടറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ സമ്പിലേക്ക് തിരിച്ച്, അതായത് കണ്ടൻസർ കോയിലിന് പുറത്തൊഴുകി സമ്പിലേക്ക് വരുന്ന വാട്ടർ ഈ എയർ അതിനിടയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് സമ്പിലേക്ക് വരുന്ന വാട്ടർ തണുത്ത വാട്ടറായിട്ട് കിട്ടുന്നു. ഓക്കെ, തണുത്ത വാട്ടറായിട്ട് കിട്ടാൻ കാരണം എന്താണ്? എയർ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഹോട്ട് വാട്ടറിൻ്റെ ഹീറ്റ് എയർ എടുക്കുന്നു. അതോടൊപ്പം തന്നെ എയർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ വേപ്പർ ഫോമിലേക്ക് അത് മാറാൻ നേരത്ത് അതിന് ലേറ്റൻ്റ് ഹീറ്റ് വേണം. ആ ഹീറ്റും ഈ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെറ്റ് എഫക്റ്റ് താഴേക്ക് നമുക്ക് സമ്പിലേക്ക് തണുത്ത വാട്ടർ കിട്ടും. അങ്ങനെ എപ്പോഴും സമ്പിൽ ഒരു കോൾഡ് വാട്ടർ നമുക്ക്
കിട്ടും. ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ താഴേക്ക് വീഴുന്ന എയറിൻ്റെ കേസാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഉദ്ദേശം കണ്ടൻസറാണ്. അപ്പോൾ കണ്ടൻസറിൽ ഇനി അടുത്തത് എയർ ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ്? കണ്ടൻസർ കോയിലിന് പുറത്ത് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അവിടെയും കുറച്ച് വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറി നിൽപ്പുണ്ട്. കാരണം എന്താണ്? റെഫ്രിജറൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തത് മൂലം വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഈ എയർ കണ്ടൻസർ കോയിലിൽ കൂടെ ദെൻ ഫ്ലോ ചെയ്യുന്നു. അതിൻ്റെ ഡയഗ്രാം ഞാൻ കാണിക്കാം. വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് കണ്ടൻസർ കോയിൽ എന്ന് കരുതുക. അപ്പോൾ ഈ കണ്ടൻസർ കോയിലൂടെ എയർ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ എയർ ഫ്ലോ ചെയ്യാൻ നേരത്ത് എയർ എഗെയിൻ എന്ത് സംഭവിക്കും? ഈ കണ്ടൻസർ കോയിലിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യാം. കുറച്ച് ഹീറ്റ് വെള്ളം കണ്ടൻസർ കോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യാം. പക്ഷേ മേജർ പോർഷനും ഈ റെഫ്രിജറൻ്റ് ഹീറ്റ് എടുക്കുന്നത് വാട്ടറാണ്. അങ്ങനെയാണ് വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന മൂലം വേപ്പറായി മാറുന്നത്. അപ്പോൾ എനിവേ ഈ എയർ ഫ്ലോ ചെയ്യുന്നു കണ്ടൻസർ കോയിലൂടെ. അപ്പോൾ എയർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എയറും കുറച്ച് ഹീറ്റ് എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എയർ ഈ കണ്ടൻസർ കോയിൽ പുറത്തുണ്ടായ വാട്ടർ വേപ്പറിനെയും കൂടെ ചേർത്തിട്ട് എയർ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇവാപ്പറേറ്റർ കണ്ടൻസറിൽ സംഭവിക്കുന്ന കാര്യം. ഇനി അപ്പോൾ ആ തരത്തിൽ എയർ കണ്ടൻസർ കോയിൽ പുറത്തുകൂടെ വെളിയിലേക്ക് പോകാൻ നേരത്ത് ഉറപ്പായിട്ടും ഈ എയറിനകത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാകാം. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് എലിമിനേറ്റർ വെക്കുക. അങ്ങനെ ഈ പുറത്ത് കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് എയറും ആ എയറിനകത്ത് വാട്ടർ വേപ്പറും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇവാപ്പറേറ്റീവ് കണ്ടൻസർ എന്ന് പറയാൻ കാരണം ഇവിടെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്? ഒന്ന്, റെഫ്രിജറൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന മൂലം വാട്ടർ ഇവാപ്പറേറ്റ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, താഴോട്ട് വീഴുന്ന സമയത്ത്, സമ്പിലേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ കുറച്ച് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇവാപ്പറേറ്റീവ് കണ്ടൻസർ എന്ന് വിളിക്കുന്നത്. ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് റെഫ്രിജറൻറ്റിന് ഫേസ് ട്രാൻസ്ഫർ സംഭവിക്കുക, അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് സംഭവിക്കുക, വേപ്പർ ടു ലിക്വിഡ് ഫോർമേഷൻ. ഇതാണ് ഇവാപ്പറേറ്റീവ് കണ്ടൻസർ വർക്കിംഗ്. ഇനി ഇതൊരു വാട്ടർ കൂൾഡ് കണ്ടൻസറാണ്, പ്ലസ് ഇതൊരു കൂളിംഗ് ടവറാണെന്ന് പറയാൻ കാരണമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്നു, വാട്ടർ ഈ കണ്ടൻസർ കോയിലിനെ വെറ്റ് ചെയ്യുന്നു, ദെൻ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തു വാട്ടർ വേപ്പറായി ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുന്നു. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ കണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ തണുത്ത വാട്ടർ കണ്ടൻസർ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, റെഫ്രിജറൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, റെഫ്രിജറൻ്റ് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. ഇത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെയും വാട്ടർ സ്പ്രേ ചെയ്യുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന വാട്ടർ ഈ റെഫ്രിജറൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വേപ്പർ ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഒരു സാധാരണ നടക്കുന്ന വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാം. ഇനി ഇതൊരു കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ടൻസർ കോയിലിൻ്റെ പുറത്തൊഴുകി എക്സ്ട്രാ വരുന്ന വാട്ടർ അത് ഹോട്ടാണ്. ആ ഹോട്ട് വാട്ടറിനെ തണുപ്പിക്കാൻ നമ്മൾ ഇവിടെ ഒരു എയർ ഫ്ലോ വെക്കുന്നു. അപ്പോൾ ഈ എയർ ഫ്ലോ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കണ്ടൻസർ കോയിൽ പുറത്തൂടെ ഒഴുകി വരുന്ന ഹോട്ടായിട്ടുള്ള വാട്ടറിനെ തണുപ്പിച്ച് ലോ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുക. അതാണ് കൂളിംഗ് ടവർ. ഇപ്പോൾ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഒരു ഹോട്ടായിട്ടുള്ള വാട്ടറിനെ നമ്മൾ തണുപ്പിച്ച് തണുത്ത ഒരു വാട്ടറാക്കി മാറ്റുന്നു, ലോ ടെമ്പറേച്ചറിലുള്ള വാട്ടറാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന കാര്യം, കണ്ടൻസർ കോയിൽ പുറത്തൂടെ ഒഴുകി വരുന്നത് ഒരു ഹോട്ടായിട്ടുള്ള വാട്ടറാണ്. ആ വാട്ടർ എയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോ ടെമ്പറേച്ചറിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പോർഷനിൽ നടക്കുന്നത് ഒരു കൂളിംഗ് ടവറിൽ നടക്കുന്ന പർപ്പസാണ്. അപ്പോൾ ഇതൊരു വാട്ടർ കൂൾഡ് കണ്ടൻസർ, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് കൂളിംഗ് ടവറിൽ നടക്കുന്ന പർപ്പസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇവാപ്പറേറ്റീവ് കണ്ടൻസറിൽ നടക്കുക. അപ്പോൾ ഈ കൂളിംഗ് ടവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോ ടെമ്പറേച്ചർ വാട്ടർ കിട്ടുന്നു. ആ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദെൻ വാട്ടർ കൂൾഡ് കണ്ടൻസർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവാപ്പറേറ്റീവ് കണ്ടൻസർ. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഫ്ലോ ചെയ്യുന്ന എയർ കണ്ടൻസർ കോയിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴും കണ്ടൻസർ കോയിലിൽ ഈ എയർ ഫ്ലോ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെയും ഈ വാട്ടറിൻ്റെ ആ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു.
അതായത് സാധാരണ ഒരു വാട്ടർ കൂൾഡ് കണ്ടൻസർ, അതും ആ വാട്ടർ കൂൾഡ് കണ്ടൻസർ പ്ലസ് അതിനിടയിൽ കൂടെ ഒരു എയർ ഫ്ലോയും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ വാട്ടർ കൂൾഡ് കണ്ടൻസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവാപ്രേറ്റീവ് കണ്ടൻസർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിന് സ്പേസ് കുറവ് മതി സെയിം ഹീറ്റ് ട്രാൻസ്ഫർ വരാം. Working. The water is pumped from the sump to a spray header and sprayed through nozzles over the condenser coil through which the hot vapor refrigerant from the compressor is passing. നമ്മൾ പറഞ്ഞായിരുന്നു ഹോട്ട് വേപ്പർ റെഫ്രിജറൻറ്റ് കംപ്രസറിൽ നിന്ന് വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റിനെ കണ്ടൻസർ കോയിലൂടെ നമ്മൾ കടത്തി വിടുന്നു. കണ്ടൻസർ കോയിൽ പുറത്തൂടെ നമ്മൾ വാട്ടറിനെ സ്പ്രേ ചെയ്യുന്നു. The heat transfer from the refrigerant through the condensing tube walls and in the water that is wetting the outside surface of the tube. അതായത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന വാട്ടർ ഈ കണ്ടൻസർ കോയിലിൻ്റെ സർഫസിനെ എല്ലാം വെറ്റ് ചെയ്യുന്നു. അങ്ങനെ വെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നു. ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നു. ഓൾറെഡി സ്പ്രേ ചെയ്യുന്ന വാട്ടർ ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ റെഫ്രിജറൻറ്റിൻ്റെ ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഡയഗ്രമാണ് ഈ കാണുന്നത്. സെയിം കാര്യം തന്നെയാണ്. At the same time, a fan draws air from the bottom side of the condenser and discharged out at the top of the condenser. നമ്മൾ ഓൾറെഡി കണ്ടു, ബോട്ടത്തിൽ നിന്ന് എയറിനെ സക്ക് ചെയ്ത് ഫാൻ കണ്ടൻസർ കോയിലൂടെ ഫ്ലോ ചെയ്യിപ്പിച്ച് മുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. The air causes the water from the surface of the condenser coil to evaporate and absorb the latent heat of evaporation. അപ്പോൾ ഈ കണ്ടൻസർ കോയിലിൻ്റെ സർഫസിലുള്ള വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ കുറച്ച് വേപ്പറായിട്ട് മാറുന്നു, കുറച്ച് വേപ്പറാകാതെ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് താഴെ സമ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഈ എയറും കൂടെ ഈ കണ്ടൻസർ കോയിലിന് പുറത്തുകൂടെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, അല്ലെങ്കിൽ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തതിനു ശേഷം അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ദോ മോസ്റ്റ് ഓഫ് കൂളിംഗ് ടേക്കൺ പ്ലേസ് ബൈ ഇവാപ്പറേഷൻ, ദ എയർ ക്യാൻ ഓൾസോ അബ്സോർബ് സം സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഈ കണ്ടൻസർ കോയിലൂടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ ആ എയറും കണ്ടൻസർ കോയിലിൽ നിന്ന് കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും മേജറായിട്ടുള്ള ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും ഈ ഇവാപ്പറേഷൻ മൂലമാണ്. അതായത് കണ്ടൻസർ കോയിലിലേക്ക് വന്ന് വീഴുന്ന വാട്ടറിൽ കുറച്ച് വാട്ടർ ഈ റെഫ്രിജറൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വേപ്പർ ഫോമിലേക്ക് മാറുന്നു, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതുമൂലമാണ് മേജറായിട്ടുള്ള കണ്ടൻസറിലെ ഹീറ്റ് ട്രാൻസ്ഫറും നടക്കുക. Since the heat for vaporizing the water is taken from the refrigerant, therefore the vapor refrigerant condenses into a liquid refrigerant. അപ്പോൾ ഇത്തരത്തിൽ കണ്ടൻസർ കോയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന മൂലം റെഫ്രിജറൻറ്റ് വേപ്പറിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ ദ കോൾഡ് വാട്ടർ ദാറ്റ് ഡ്രോപ്സ് ഡൗൺ ഇൻ ടു എ സമ്പ് ഈസ് റീസർക്കുലേറ്റഡ്. ഇനി കണ്ടൻസർ കോയിലിയുടെ പുറത്ത് വരുന്ന വാട്ടർ അത് ഹോട്ടാണ്, അതിനിടയിൽ കൂടെ എയർ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് തണുക്കുന്നു. ദെൻ ആ തണുത്ത വാട്ടർ ആയിരിക്കും സമ്പിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ദെൻ അഗെയിൻ അത് സമ്പിൽ നിന്ന് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് റീസർക്കുലേറ്റ് ചെയ്യിക്കുന്നു. ഇനി ഇൻ ഓർഡർ ടു മേക്ക് അപ്പ് ദ ഡെഫിഷ്യൻസി കോസ്ഡ് ബൈ ദ ഇവാപ്പറേറ്റഡ് വാട്ടർ, അഡീഷണൽ വാട്ടർ ഈസ് സപ്ലൈഡ്. നമുക്കറിയാം കണ്ടൻസർ കോയിലിൽ കുറേ വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുന്നുണ്ട്. ആ വേപ്പർ ഫോമിലേക്ക് മാറിയ വാട്ടറിനെയും കൊണ്ടാണ് എയർ മുകളിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സമ്മിനകത്തുള്ള വാട്ടർ ലെവൽ താഴും. അപ്പോൾ ആ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അഡീഷണലായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടോപ്പിക്ക്. ദെൻ ഇവാപ്പറേറ്റീവ് കണ്ടൻസർ. ഇപ്പോൾ നമ്മൾ കൂളിംഗ് ടവറിനെ കുറിച്ചും ചെറുതായിട്ട് ആ ഇവാപ്പറേറ്റീവ് കണ്ടൻസറിൽ പറഞ്ഞു. ഇനി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമ്മളത് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂളിംഗ് ടവർ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.